ഇന്ന് നമ്മൾ ചിക്കൻ കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഇവിടെ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്യണേ. അപ്പോൾ സവാള വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ ഇതാ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വാഷ് ബേസാണ്. ഇത് കുറച്ച് പഴകിയ വീടാണ്. പിന്നെ ഇവിടെ സംഭവം വെച്ചാൽ മറ്റേ തേങ്ങ വറുത്ത് ഇങ്ങനെ ആക്കുന്നുണ്ടല്ലേ, അത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും ഫേവററ്റ്, എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടോ അത്. കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ ഉണ്ടോന്നോ അല്ലടാ, മാങ്ങ അച്ചാറിൻ്റെ ഇവിടുത്തെ കൂട്ടാണ് ഞാൻ കാണിക്കാം. അപ്പോഴത്തേക്കും ഇവൻ ഇതാക്കട്ടെ. മാങ്ങ അച്ചാർ മാത്രമേ ഉള്ളൂ ഗൈസ്, കാണിച്ചുതരാം. ഞാനും ഭയങ്കര മാറ്റാണ് കേട്ടോ. ഞാനും വരട്ടെ. കണ്ടോ ഇവിടെ ഗൈസ്, കണ്ടോ ഇതേപോലത്തെ ഒരു ഇതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ എല്ലാത്തിലും നിറച്ചതൊന്നും ഊരാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെയുണ്ട് ഗൈസ് ഒരു ഇതിൽ, അയ്യോ ഇതിലില്ല. അപ്പം ആദ്യം എന്ത് ചെയ്തു നമുക്ക് നോക്കാം. ഇവിടെ ഇത് കട്ട് ചെയ്ത് കഴിയാനായി. നമുക്കിനി ചിക്കൻ കറി റെസിപ്പിയിലേക്ക് കടക്കാം. തീയൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസിലൊന്നല്ല വെക്കുന്ന, നല്ല ഒന്നാം തരം തീയിലാണ്. അപ്പോൾ ഇവിടെ അമ്മായി ചട്ടിയൊക്കെ കഴുകുന്നുണ്ട് ചിക്കൻ കറി വെക്കാനായിട്ട്. ഇവൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ചിക്കൻ കറിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടൈം തന്നെ സവാള ഗിരിഗിരി ആക്കണ്ടേ. സവാള നല്ല വെള്ളം വെച്ചിട്ടല്ല ആക്കുന്നത്. ഇതെങ്ങനെയാ? ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് വാട്ടും. വാട്ടിയിട്ട് നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ചേർക്കും. അല്ല, അപ്പോൾ ചിക്കൻ വേവിക്കണ്ടേ? ചിക്കൻ അത് ഇപ്പോൾ തേങ്ങ ഇടുന്നതുകൊണ്ട് ചിക്കൻ നമ്മൾ വേവിക്കുന്നില്ല. ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് അത് വേവിക്കും. ഓക്കെ, സമയം പോയി. അതാ വെരി നൈസ്. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുക, ചിക്കൻ വേവിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് മാത്രം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാടാ, ഇത് നടുക്ക് കൂടെ കട്ട് ചെയ്യും. ഇതും എടുക്ക്. ഇത് വാട്ടാം, ഞാൻ വാട്ടും, നീ വീഡിയോ എടുക്കും. റവ ഉപ്പുമാവുണ്ട് ഗൈസ്, രാവിലെ ഉണ്ടാക്കിയതാണ്. കഷ്ടപ്പെട്ട്, പക്ഷെ ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ കുറച്ച് പണിക്കാരുണ്ട്. മാവൊക്കെ പൊട്ടി ഗൈസ്, കാണിച്ചു തരാം. ഇപ്പൊ മാവ് പൊട്ടി. ഇതാ മാങ്ങ പറിക്കുകയാണ് ഗൈസ്. കുറേ മാങ്ങയുണ്ട്. പിന്നെ ഇതാ ഇവൻ എവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് വാടാ എന്തി ബാ. അപ്പം നമുക്ക് ഇവനെ ഇറക്കാം. അപ്പം ഇവനെ നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ അനിയൻകുട്ടൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. മാങ്ങൊക്കെ അനിയൻകുട്ടൻ വരുമ്പോൾക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ മാവ് പണിക്കാർ ഗൈസ്. നമുക്ക് അകത്തേക്ക് പോകാം. ചിക്കൻ കറീൻ്റെ റെസിപ്പി എന്തായി എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ചിക്കൻ കറീൻ്റെ റെസിപ്പി നോക്കാം. ഇവിടെ ചിക്കൻ കറി ഒന്നും ആയിട്ടില്ല. പോയിട്ട് വന്ന് അതേപടി. അപ്പോഴത്തേക്ക് അമ്മമ്മ ഉടുക്കായി എന്തില്ല ഇതാ മറ്റേ വെളുത്തുള്ളി ഇങ്ങനെയൊക്കെ നമുക്ക് ചട്ടി കാണൂല ഗൈസ്, ഇവിടെ ഇതുള്ളതുകൊണ്ട്. അപ്പോഴത്തേക്കും ഇവര് പെട്ടെന്ന് ആദ്യം പിടിക്ക്. എല്ലാം കട്ട് ചെയ്യാണ്. നിലം അതുക്കും മേലെയാണ്. ഇത് വേറെ സൈസ് ഒരു അടുക്കളയാണ്. ഗ്യാസും ഇതൊക്കെ അടിപൊളിയാട്ടോ.
മുഴുവനും ഒരു സെൽഫ് പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനല്ല ആയിരിക്കും കൈസ് മാങ്ങ തേങ്ങയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഞാൻ മറ്റേ ഇത് വറുക്കാൻ വെച്ചത് ആദ്യം ഇന്നിട്ടും ഗൈസ് ഇവിടെ ഇത് വറുത്ത് കഴിഞ്ഞില്ല. ചപ്പാത്തി പരത്തുന്നത് ചപ്പാത്തിക്ക് ഉള്ള പൊടിയുണ്ട്, ആട്ടപ്പൊടി അല്ല. നിങ്ങൾ നോക്കി തന്ന് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഞാനാണ് കുക്കായിട്ട്. അപ്പൊ നമുക്ക് ഇനി എണ്ണ എടുക്കാം. വെള്ളം വെച്ചിട്ടില്ല, നമുക്കപ്പം കോക്കനട്ട് ഓയിൽ. പക്ഷെ ഇത് കുറ്റിയാടിയല്ല. നിങ്ങൾക്ക് കുറ്റിയാടി തന്നെ വേണം? ഞങ്ങൾക്ക് അത് തന്നെ വേണം, അല്ലെങ്കിൽ അച്ഛക്ക് ഇഷ്ടമല്ലാവും. സൺഫ്ലവർ ഓയിൽ പറ്റില്ല, ഗോൾഡ് ഇല്ല. വെള്ളം നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുന്ന പെട്ടെന്ന് പറ്റും. ഇവിടെ അങ്ങനെ കാണില്ല. ചട്ടി പൊട്ടിയതാണോ? അതെ, ചിക്കൻ വെച്ചൊക്കെ പൊരിഞ്ഞു. അച്ചാറുണ്ടാക്കി ഞാനത് കണ്ണിമാങ്ങ അച്ചാറ്. കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കിയത് കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് ചിക്കൻ കറിയിൽ ലോങ് വീഡിയോ ആണിത്. കട്ടാക്കണോന്ന് പറയുമ്പോ കട്ടാക്കണേ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം. ക്ലിയർ ഇല്ലല്ലോ. തുള്ളി മിക്സിയിലിട്ട് ചതച്ചത്, കണ്ണ് നല്ല ഇഞ്ചിയും വെളുത്തുള്ളി. പിന്നെ അതിനുശേഷം വേണ്ടത് നല്ല ഒന്നാം തരം. എന്നാൽ നമുക്കിത് ആദ്യം മിക്സ് ആക്കാം നല്ലപോലെ. ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇങ്ങനെ പിടിക്ക്, അപ്പുറത്തും കൈ പിടിക്ക്. ഇങ്ങോട്ട് അപ്പം നമുക്ക് കുറച്ചിങ്ങോട്ട് ചൂട് കിട്ടാവും. റൈസ് നമുക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇനി വേണ്ടത് കറിവേപ്പില. അതുണ്ടെങ്കിൽ ഒരു ഉണ്ടാവുള്ളൂ. ഇനി മുളക്, തക്കാളി, പിന്നെ ഉള്ളി, സവാള ഇട്ട് കൊടുക്കാം. ചിക്കനെക്കാട്ടിയുള്ളത് സവാള ആയിരിക്കും കഴിച്ച്. തക്കാളി ഉണ്ട് ഇതില്, കൂടിപ്പോയി. നമുക്ക് വാട്ടാനാണ് ഇനി സമയം വേണ്ടത് കഴിച്ച്. അപ്പോഴത്തേക്ക് ആദ്യം കറങ്ങിയിട്ട് വരും. ഈ അതിൽ കൂടെ ഒക്കെ കാണിച്ചിട്ടോ. ഇതാണ് ഒറ്റ മഴമൂടി വിഷൻസ്. മല പിടിക്കുകയാണ്. നമുക്ക് അപ്പുറത്തേക്ക് ഇവ മുഴുവനും കിട്ടാം. പഴുത്ത മാങ്ങ വിചാരിച്ചിട്ട് അധികം പഴുത്തിട്ടൊന്നുമില്ല, പഴുത്തിട്ടില്ല. ചേച്ചി അറിഞ്ഞ് ഇത് വാട്ടി കഴിയാനായിരുന്നു. അപ്പൊ നമുക്ക് ചിക്കൻ കറിയിലേക്ക് കടക്കാം. കേട്ടോ, ഉള്ളിയൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല നല്ല ചട്ടിയിലിട്ടാണ് നമ്മൾ കറി വെക്കുള്ളൂ അല്ലേ. അപ്പോൾ തക്കാളിൻ്റെ ചുവപ്പ് നിറം പോകുന്നുണ്ട്. നല്ല നന്നായി വാടിയ ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇടാൻ പാടുള്ളൂ. പിന്നെ മസാലകളെല്ലാം ഇട്ട്, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് തേങ്ങ വറുത്തത് അരച്ചിടണ്ട. തേങ്ങ അരക്കണ്ട. മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് തേങ്ങ വറുത്തരച്ചിട്ട് അതാണ് നമ്മൾ വറുത്തരച്ചാണ് ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്നത് കൈസ്. അപ്പം മര്യാദയ്ക്ക് പിടിക്കണം ക്യാമറമാൻ ഇവിടെ മര്യാദയ്ക്ക് പിടിക്കുന്നത് കൈസ്.
വെള്ളം ഒഴിക്കട്ടെ. കുറച്ചും കൂടി നല്ല വെളിച്ചെണ്ണ. ഇതിട്ടെ എല്ലാം കൂടി വാങ്ങിച്ചത്. നമ്മൾ തക്കാളി ഇട്ട് മര്യാദയ്ക്ക് വാടാൻ കിട്ടു. എല്ലാം പെട്ടെന്ന് വാടാൻ. ഈ വാടുന്നവരെ കട്ടാക്കി വെച്ചാലോ? മൂടി വെക്കുക, അങ്ങനെ കൂട്ടി വെക്കുക. അതെല്ലാം കൂടെ എല്ലാം കൂടി കൂട്ടി വെക്കുന്നിട്ട് മൂടി. അപ്പൊ നമുക്കിനി വീഡിയോ പാർട്ട് 2 കാണിക്കാം ഗൈസ്. പാർട്ട് 2 ഈ വീഡിയോ വരുന്നത്. എല്ലാവർക്കും അതുവരെ ബൈ.